ത്രിയേക ദൈവത്തിൻ്റെ വലിയ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട വാത്സല്യ സഹോദരങ്ങളെ, സങ്കീർത്തന മാതിരിയുടെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് ഏവരെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. ഈ പഠനവും ധ്യാനവും അനേകർ സ്ഥിരമായി കേൾക്കുകയും അതവർക്ക് പ്രയോജനപ്രദമായി എന്ന് മനസ്സിലാക്കുകയും ചെയ്യുന്നതിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഇന്നത്തെ എപ്പിസോഡിൽ 28-ാം സങ്കീർത്തനത്തിൻ്റെ ചില ഭാഗങ്ങൾ ധ്യാനത്തിന് വേണ്ടി സമർപ്പിക്കുകയാണ്, പഠനത്തിനായി സമർപ്പിക്കുകയാണ്. 28-ാം സങ്കീർത്തനം 9 വാക്യങ്ങൾ ഉള്ള ഒരു സങ്കീർത്തനവും അത് ദാവീദിനാൽ വിരചിതവുമാണ്. ആദ്യത്തെ 2 വാക്യങ്ങൾ ഞാൻ ആമുഖമായിട്ട് വായിക്കുകയാണ്. 28-ാം സങ്കീർത്തനം 1-2 വാക്യങ്ങൾ. യഹോവേ, ഞാൻ നിന്നെ വിളിച്ചപേക്ഷിക്കുന്നു, എൻ്റെ പാറയായുള്ളവനെ നീ കേൾക്കാതിരിക്കരുതേ. നീ മിണ്ടാതിരുന്നിട്ട് ഞാൻ കുഴിയിൽ ഇറങ്ങുന്നവരെ പോലെ ആകാതിരിക്കുവാൻ തന്നെ. ഞാൻ എൻ്റെ കൈകൾ വിശുദ്ധ അന്തർമന്ദിരത്തിങ്കിലേക്ക് ഉയർത്തി നിന്നോട് നിലവിളിക്കുമ്പോൾ എൻ്റെ യാചനകളുടെ ശബ്ദം കേൾക്കണമേ. നമ്മൾ അനേകം തവണ വായിച്ചിട്ടുള്ള ഒരു സങ്കീർത്തനമാണിത്. യഹോവേ, ഞാൻ നിന്നെ വിളിച്ചപേക്ഷിക്കുന്നു. ദാവീദിൻ്റെ മറ്റ് പല സങ്കീർത്തനങ്ങളെപ്പോലെ ഇതും ഒരു ധ്യാനാത്മകമായ സങ്കീർത്തനമാണ്. ദൈവസന്നിധിയിൽ തൻ്റെ നിലവിളി ഉയർത്തുന്ന, ദൈവവുമായി സംവേദിക്കുന്ന ഒരു സങ്കീർത്തനം. ദാവീദിൻ്റെ പ്രാർത്ഥനകളുടെയൊക്കെ ഒരു പ്രത്യേകത അത് സംവേദനാത്മകമാണ്. തൻ്റെ വിഷമങ്ങളും സന്തോഷങ്ങളും ചിന്താധാരകളുമൊക്കെ പങ്കുവെക്കുന്ന ഒരു അനുഭവമാണ്. ഒരു പ്രാർത്ഥനയെന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഒരു സംവേദനമാണ്. ഞാനോ നിങ്ങളോ വ്യർത്ഥമായി എന്തെങ്കിലും പറയുന്ന ഒരു സംഗതിയല്ല. ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്, ദൈവത്തെ വിളിക്കുകയാണ്. ഒരു പ്രാർത്ഥനയിൽ ദൈവത്തെ വിളിക്കുന്നു, അപേക്ഷിക്കുന്നു, അവിടെ നിലവിളി ഉയരുന്നു, പ്രാർത്ഥനാസ്വരം ഉയരുന്നു, സ്തുതിഗീതങ്ങൾ ഉയരുന്നു. ഇതെല്ലാം പ്രാർത്ഥനയിലുണ്ട്. 28-ാം സങ്കീർത്തനത്തിലും ആ ഒരു സ്ട്രക്ചർ തന്നെയുണ്ട്. ഇടയ്ക്ക് പരാതികളും പരിഭവങ്ങളും പറയുന്നുമുണ്ട്. പക്ഷേ അതിനൊക്കെ ഒരു നല്ല മറുപടി ദാവീദ് തന്നെ ദൈവത്തിൽ നിന്ന് കണ്ടെത്തുന്നുമുണ്ട്. ലോകത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് പരാതികളോ പ്രശ്നങ്ങളോ വരുമ്പോൾ ആരോട് പങ്കുവെക്കണമെന്നറിയാതെ എന്തൊക്കെയോ വിളിച്ചു പോകുന്നു, എന്തൊക്കെയോ അഭിപ്രായങ്ങൾ പറയുന്നു. കേൾക്കുന്നവന് മറുപടി പറയാനില്ല. നമുക്ക് സംശയമുണ്ടെങ്കിലും കേൾക്കുന്നവൻ അതിനെ മൂപ്പിച്ചു തരുന്നത് കൊണ്ട്, വ്യർത്ഥമായ രീതിയിൽ നയിക്കുന്നത് കൊണ്ട് പൂർണ്ണതയില്ലാതെ പോകുന്ന ഒരു അനുഭവം. ഇവിടെ ദാവീദിൻ്റെ പ്രത്യേകത, സങ്കീർത്തനങ്ങളുടെ പ്രത്യേകത, എന്ത് പരാതി ഉണ്ടെങ്കിലും പ്രാർത്ഥനയിൽ പറയുന്നു, പ്രാർത്ഥനയിൽ നിന്ന് മറുപടി കിട്ടുന്നു, ആ മറുപടിയിൽ ഭക്തൻ തൃപ്തനാകുന്നു. അവിടെ കൊണ്ട് നിർത്താതെ അത് മറ്റുള്ളവരെയും പഠിപ്പിക്കുന്നു. പ്രിയപ്പെട്ടവനെ, പ്രിയപ്പെട്ടവളെ, നിങ്ങൾക്കും ഇതേ പ്രതിസന്ധി ഉണ്ടാകാം. പക്ഷേ ഞാൻ ഇത് നേരിട്ടപ്പോൾ ഞാൻ ചെയ്തത് ഇന്നതാണ്, എനിക്കിന്ന് മറുപടി കിട്ടി. നിങ്ങളും ആ രീതിയിലെത്തണം. അതായത് ഇനി മറ്റൊരുവൻ ആ കുഴിയിലേക്ക് ഇറങ്ങി പോകരുത്, പ്രതിസന്ധിയിലേക്ക് ഇറങ്ങി പോകരുത്. അത്തരമൊരു പ്രാർത്ഥനാ ഘടനയാണ് സങ്കീർത്തനത്തിൽ, ദാവീദിൻ്റെ സങ്കീർത്തനങ്ങളിൽ നമുക്ക് കാണാനുള്ളത്. ഇവിടെ പറയുന്നത്, യഹോവേ, ഞാൻ നിന്നെ വിളിച്ചപേക്ഷിക്കുന്നു, എൻ്റെ പാറയായുള്ളവനെ നീ കേൾക്കാതിരിക്കരുത്. യഹോവയോട് വിളിച്ചപേക്ഷിക്കുന്നു എന്ന് പറയുമ്പോൾ അത് തീർന്ന ഒരു കാര്യമല്ല. ഞാൻ നിന്നെ വിളിച്ചു എന്നല്ല, ഞാൻ വിളിച്ചപേക്ഷിക്കുന്നു, അപേക്ഷിച്ചു കൊണ്ടിരിക്കുന്നു. അതൊരു കണ്ടിന്യൂസ് പ്രോസസ്സാണ്. നമ്മൾ പ്രസൻറ്റ് കണ്ടിന്യൂസ് എന്നൊക്കെ പറയുന്നത് പോലെ അതൊരു കണ്ടിന്യൂസ് ആയിട്ടുള്ള കാര്യമാണ്. ഞാൻ നിന്നെ വിളിച്ചപേക്ഷിക്കുന്നു, അപേക്ഷിച്ചു കൊണ്ടിരിക്കുന്നു, ഇനിയും വിളിച്ചപേക്ഷിക്കും എന്ന് പലപ്പോഴും നമ്മളുടെയൊക്കെ യാചനകളുടെ പ്രത്യേകത. ഞാൻ നിന്നോട് നേരത്തെ പറഞ്ഞതല്ലയോ ഇതൊക്കെ, ഞാൻ പ്രാർത്ഥിച്ചു വിഷയം വെച്ചതല്ലയോ, ഞാൻ നേർച്ച തന്നതല്ലയോ, ഞാൻ ആഗ്രഹിച്ചതല്ലയോ, അതെല്ലാം പാസ്റ്റ് ടെൻസിലാണ്. നമ്മൾ ഒരു കാര്യം പറഞ്ഞാൽ സത്യമാണ്, പാസ്റ്റ് ടെൻസിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു. കഴിഞ്ഞ കാലങ്ങളിൽ നമ്മളും നമ്മളുടെ പൂർവികരും, നമ്മളെക്കാൾ ഉപരിയായി പൂർവികർ ഒരുപാട് പ്രാർത്ഥനകൾ നടത്തി. പറഞ്ഞതുപോലെ ഞാൻ പ്രാർത്ഥിച്ചു, ഞാൻ നേർച്ച കൊടുത്തു, ഉപവസിച്ചു. പക്ഷേ ഇന്ന് അങ്ങനെ ചെയ്യുന്നു എന്ന് പറയാൻ പലപ്പോഴും നമുക്ക് പറ്റുന്നില്ല.
യഹോവേ ഞാൻ നിന്നെ വിളിച്ചപേക്ഷിക്കുന്നു എന്ന് പറയുമ്പോൾ തമ്പുരാൻ നമ്മളോട് ചോദിക്കുക, നീ എപ്പോഴാണ് എന്നെ വിളിച്ചത്? നീ എന്തിനു വേണ്ടിയാണ് എന്നെ വിളിച്ചത്? നീ വിളിച്ചിട്ട് എന്നിൽ നിന്ന് എന്തുത്തരമാണ് നിനക്ക് കിട്ടിയത്? ഞാൻ എന്ത് നിന്നോട് പറഞ്ഞു? ഒരു ശിഷ്യൻ ഗുരുവിനോട് സംശയം ചോദിച്ചപ്പോൾ, ഒരു രോഗി ഡോക്ടറോട് തൻ്റെ രോഗാവസ്ഥ പറഞ്ഞപ്പോൾ നൽകുന്ന ചില മറുപടികളുണ്ട്. ഗുരു ശിഷ്യനോട് പറഞ്ഞു, നീ കൂടുതൽ പഠിക്കണം, ഹോംവർക്ക് ചെയ്യണം, എഴുതി പഠിക്കണം, വായിച്ചു പഠിക്കണം, സംശയമുള്ളത് ചോദിക്കണം. ഒരു തവണ ചോദിച്ചിട്ട് പോകുമ്പോൾ അതുകൊണ്ട് തീരുന്നില്ല. അതുപോലെ തന്നെ ഡോക്ടർ രോഗിയോട് പറഞ്ഞു, രോഗവിവരം പറഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഇന്നിന്ന മരുന്നുകൾ കഴിക്കണം, ഇന്നിന്ന എക്സസൈസ് ചെയ്യണം, ഇന്നിന്ന പഥ്യം നോക്കണം, ഇന്ന് ഭക്ഷണം കഴിക്കരുത്, ഒരു 10 ദിവസം കഴിഞ്ഞിട്ട് വരണം. രോഗി പഥ്യം നോക്കിയില്ല, മരുന്ന് റെഗുലറായിട്ട് കഴിച്ചില്ല, 10 ദിവസം കഴിഞ്ഞ് വന്നില്ല. അപ്പം അങ്ങനെയുള്ള സാഹചര്യം വരുമ്പോൾ ഞാൻ ഡോക്ടറെ കണ്ടു എന്ന് മാത്രം പറയാനേ പറ്റത്തുള്ളൂ. ഞാൻ നേരത്തെ കണ്ടിരുന്നു, ഞാൻ കുറച്ച് നാൾ മുമ്പ് ഒരു വർഷം മുമ്പ് കണ്ടിരുന്നു. ചില രോഗികളുടെ പ്രത്യേകത അത്. ഒരു ക്ഷീണാവസ്ഥ വരുമ്പോൾ പോയി കാണും, എന്തെങ്കിലും മരുന്ന് കഴിക്കും, അതോടെ തീരും. പിന്നെ അസുഖം വരുമ്പോൾ ഇതേ മരുന്ന് തന്നെ വാങ്ങിക്കും, പിന്നെയും കഴിക്കും, അത് കോംപ്ലിക്കേറ്റഡ് ആകും. ഈ പ്രാർത്ഥനാനുഭവത്തിലും അതാ ഇവിടെ. പക്ഷേ സങ്കീർത്തനക്കാരൻ അങ്ങനെയല്ല പറയുന്നത്. യഹോവേ ഞാൻ നിന്നെ വിളിച്ചപേക്ഷിച്ചു കൊണ്ടിരിക്കുന്നു, ഇനിയും ഞാൻ നിന്നെ വിളിക്കും. വിളിച്ചപേക്ഷിച്ചപ്പോൾ നീ പറഞ്ഞ കാര്യങ്ങളൊക്കെ എൻ്റെ ചെവിയിലുണ്ട്. ഇവിടെ വീണ്ടും പറയുന്നു, എൻ്റെ പാറയായുള്ളവനെ നീ കേൾക്കാതിരിക്കരുതേ. എൻ്റെ പാറയായുള്ളവനെ നീ കേൾക്കാതിരിക്കരുതേ. കേൾക്കാതിരിക്കരുതേ എന്ന് പറയുമ്പോൾ ഒരു പരിഭവത്തിൻ്റെ ധ്വനി ഉണ്ടെങ്കിലും അതിൻ്റെ ഇടയ്ക്ക് ഒരു യൂഫിമിസ്റ്റിക് എക്സ്പ്രഷൻ കൂടിയുണ്ട്. എൻ്റെ പാറയായുള്ളവനെ എന്ന് വെച്ചാൽ നീ കേൾക്കാതിരുന്നത് കൊണ്ട് ഞാൻ മറ്റെങ്ങും പോകുന്നില്ല, മറ്റാരോടും പങ്കുവെക്കുന്നില്ല, എനിക്ക് പങ്കുവെക്കാൻ മറ്റാരുമില്ല, എൻ്റെ പാറ നീയാണ്. എന്ന് നമ്മളുടെ പ്രത്യേകത എന്തുവെന്നറിയാമോ? ലോകത്തിൽ ജീവിക്കുമ്പോൾ അവിടെ പറഞ്ഞു നോക്കുന്നു, അവൻ കേട്ടില്ലെങ്കിൽ ഞാൻ മറ്റൊരിടത്ത് പോകുന്നു, മറ്റാരോടെങ്കിലും പറയും, എനിക്ക് നിന്നേക്കാൾ വലിയ ആളുണ്ട്. ഇന്ന് ബന്ധങ്ങൾ പലപ്പോഴും തകർന്നു പോകുന്നത് എങ്ങനെയാണ്? ഒരു സഹായം സഹോദരനോട് ചോദിക്കുന്നു, സഹോദരിയോട് ചോദിക്കുന്നു, പ്രിയപ്പെട്ടവനോട് ചോദിക്കുന്നു, അവൻ കൊടുത്തില്ലെങ്കിൽ, ഒരു തവണ തന്നില്ലെങ്കിൽ പിന്നെ അങ്ങ് ഉടക്കാം. അതുവരെ കൊടുത്തിട്ടുണ്ടെങ്കിൽ പോലും ഒറ്റ തവണ കൊടുത്തില്ലെങ്കിൽ വഴക്കാം. അതുവരെ കൊടുത്തതിനൊന്നും കണക്കില്ല, അന്നേരമേ മറന്നു പോകുകയാണ്. ഇവിടെ ഓർത്തോണം, അങ്ങനെയല്ല. നീ കേൾക്കാതിരിക്കരുതേ എന്ന് പറയുമ്പോൾ അതിൽ വ്യസനത്തോടെയുള്ള, പശ്ചാത്താപത്തോടെയുള്ള ഒരു നിലവിളി ഉണ്ടെങ്കിൽ പോലും ഒരു കാര്യം ഓർപ്പിക്കുകയാണ്, എനിക്ക് പോകാൻ എങ്ങോട്ടുമില്ല, എനിക്ക് വേറെ ആരുമില്ല, നീ മാത്രമാണ് എൻ്റെ പാറയായുള്ളവൻ. പാറയായുള്ളവൻ എന്ന് പറയുമ്പോൾ ഓർത്തോണം, പാറയ്ക്ക് ഒരു സുസ്ഥിരതയുണ്ട്. പാറ കൊണ്ട് പല കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. പാറയ്ക്കടിയിൽ വെള്ളമുണ്ട്. അപ്പം എൻ്റെ തെളിനീരുറവ, എൻ്റെ ജീവനീര് ഈ പാറയിലുണ്ട്. പാട്ടുകാരൻ പാടുന്നത്, നിത്യജീവമൊഴികൾ നിന്നിലുണ്ടോ പാരനെ, നിന്നെ വിട്ടിട്ടടിയങ്ങളെങ്ങു പോയി വസിക്കും, നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ സമ്പത്തേശുവേ, നീയല്ലാതില്ല ഭൂവിൽ ആഗ്രഹിക്കാനാരുമേ, നീയല്ലാതില്ല ഭൂവിൽ ആഗ്രഹിക്കാനാരുമേ, അന്നോ ഞങ്ങൾക്കുള്ളതെല്ലാം തന്നു പോറ്റുന്നോൻ, അന്നോ ഞങ്ങൾക്കുള്ളതെല്ലാം തന്നു പോറ്റുന്നോൻ, ഇന്നലെയും ഇന്നുമെന്നും കൂടെയുണ്ടെന്നുള്ളവൻ. പ്രിയമുള്ളവരെ, അതൊരു വലിയ സാക്ഷ്യമാണ്. എൻ്റെ പാറയായുള്ളവനെ നീ കേൾക്കാതിരിക്കരുതേ. അതായത് പരിഭവങ്ങളും പ്രയാസങ്ങളും ഉണ്ടെങ്കിലും, പശ്ചാത്താപവും വ്യസനങ്ങളും ഉണ്ടെങ്കിലും ദൈവത്തെ പാറയായി കണക്കാക്കണം. നീ കേൾക്കാതിരിക്കരുത്. ഇത് ആവർത്തിച്ചുകൊണ്ടിരിക്കണം. ഒരു റെപ്പറ്റീഷനുണ്ട്. നീ മിണ്ടാതിരുന്നിട്ട് ഞാൻ കുഴിയിൽ ഇറങ്ങുന്നവരെ പോലെ ആകാതിരിപ്പാൻ തന്നെ. അതും ഒരു വലിയ സാക്ഷ്യമാണ്. നീ അതിൽ തന്നെ ആലോചിച്ചോണം, നീ മിണ്ടാതിരുന്നാൽ ഞാൻ കുഴിയിൽ ഇറങ്ങുന്നവരെ പോലെ ആയിത്തീരും.
അങ്ങനെ ആകാതിരിപ്പാൻ, നിന്നിൽ നിന്ന് മറുപടി കിട്ടാതിരുന്നാൽ, നീ നോക്കാതിരുന്നാൽ ഞാൻ കുഴിയിലിറങ്ങുന്നവനെ പോലെ ആയിത്തീരും. ഈ പ്രാർത്ഥനകൾക്ക് മറുപടി കിട്ടുക എന്ന് പറയുന്നത് ഒരു വലിയൊരു അനുഭവമാണ് കേട്ടോ. ദൈവം മറുപടി തന്നില്ലെങ്കിൽ ഞാൻ കുഴിയിൽ ഇറങ്ങുന്നവനെ പോലെ ആയിത്തീരും. എൻ്റെ ജീവിതം അന്ധകാരപ്പെട്ടു പോകും. നീ മിണ്ടാതിരുന്നാൽ എൻ്റെ ജീവിതത്തിന് അർത്ഥമല്ലാത്തതായിത്തീരും. എനിക്ക് മറുപടി പറഞ്ഞു തരാൻ മറ്റാരുമില്ല. സങ്കീർത്തനക്കാരൻ ആ ഹൃദ്യമായിട്ട് ഒരു പ്രത്യേകമായ പോസിലാണ് പറയുന്നത്, സ്ട്രെസ്സില്ല, ഇൻറ്റൊണേഷനിലാണ് പറയുന്നത്. നീ മിണ്ടാതിരുന്നിട്ട് ഞാൻ കുഴിയിലിറങ്ങുന്നവരെ പോലെ ആകാതിരിപ്പാൻ തന്നെ. ദൈവത്തോടൊരു ജസ്റ്റിഫിക്കേഷൻ അവിടെ പറയുകയാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ യാചിക്കുന്നത്. ഞാൻ നിന്നെ വിളിച്ചപേക്ഷിക്കുന്നു, നീ കേൾക്കാതിരിക്കരുതേ. നീ കേൾക്കാതിരുന്നിട്ട്, നീ മൗനമായിരുന്നിട്ട് ഞാൻ കുഴിയിലിറങ്ങുന്നവരെ പോലെ ആകാതിരിപ്പാൻ തന്നെ. ഇന്നത്തെ ലോകത്തിൽ, അതായത് ദൈവം മിണ്ടാതിരുന്നിട്ട് ഞാൻ കുഴിയിലിറങ്ങുന്നവരെ പോലെ ആകാതിരിപ്പാൻ തന്നെ എന്ന് സങ്കീർത്തനക്കാരൻ പറയുമ്പോൾ, ഭൗതികമായ ആധ്യാത്മിക ജ്ഞാനം നിറഞ്ഞു നിൽക്കുന്ന ചില തലങ്ങൾ അതിലുണ്ട്. ദൈവം മിണ്ടാതിരുന്നാൽ നമ്മൾ കുഴിയിലിറങ്ങുന്നവരെ പോലെയാകും. ദാവീദ് കുഴിയിലിറങ്ങുന്നവരെ പോലെ ആയില്ല. കാരണം ദൈവവുമായിട്ട് അവൻ്റെ കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരുന്നു. ഇന്ന് കുഴിയിലിറങ്ങിപ്പോയവർ ഒത്തിരി പേരുണ്ട്. ദൈവസ്വരം കേൾക്കാതെയും പ്രാർത്ഥിക്കാതെയും ദൈവത്തിൽ നിന്നകന്ന് കുഴിയിലിറങ്ങിപ്പോയി ഒത്തിരി പേരുണ്ട്. അപ്പം ഞാൻ കുഴിയിലിറങ്ങുന്നവരെ പോലെ ആകാതിരിപ്പാൻ വേണ്ടി ദൈവസന്നിധിയിൽ ഞാൻ കണ്ണുനീരോടെ പ്രാർത്ഥിച്ചു എന്ന് ഭക്തൻ പറയുമ്പോൾ, ഞാൻ മാത്രമല്ല, എൻ്റെ സഹോദരനും കുഴിയിലിറങ്ങിപ്പോകരുത്, എൻ്റെ പ്രിയപ്പെട്ടവൻ കുഴിയിൽ വീണ് പോകരുത്, ചാഞ്ചല്യപ്പെട്ടു പോകരുത്, താളടിയാകരുത്. ദൈവം നമ്മളോട് ചോദിക്കുകയാണ്, നിൻ്റെ സഹോദരൻ കുഴിയിലിറങ്ങിപ്പോകാതിരിപ്പാൻ തക്കവണ്ണം നീ എന്തൊക്കെ ചെയ്തു, നീ എന്തൊക്കെ പ്രവർത്തിച്ചു? ദൈവം അതിങ്ങോട്ട് ചോദിക്കും. അതായത് ഞാൻ മിണ്ടാതിരുന്നിട്ട് കുഴിയിലിറങ്ങുന്നവരെ പോലെ ആകാതിരിപ്പാൻ തന്നെയെന്ന് നീ എന്നോട് ചോദിച്ചെങ്കിൽ നിന്നോട് എനിക്ക് ചോദിക്കാനുണ്ട്. യെഹെസ്കേൽ പ്രവാചകൻ്റെ പുസ്തകത്തിൽ പറയുന്ന അതുകൊണ്ടാണ്. യഹോവ നീതിമാനോട് പറയുന്നു, നീ ദുഷ്ടനോട് പറയണം, നീ മാറി ജീവിച്ചില്ലെങ്കിൽ നശിക്കും. നീ അവനോട് പറഞ്ഞിട്ട് അവൻ കേൾക്കാതിരുന്നാൽ നിനക്ക് കുഴപ്പമൊന്നുമില്ല, നീ നിൻ്റെ പ്രാണനെ രക്ഷപ്പെടുത്തി, കാരണം നീ അവനോട് പറഞ്ഞു. പക്ഷേ ഞാൻ നിന്നോട് പറഞ്ഞു, നീ ദുഷ്ടനോട് ഇങ്ങനെ പറയണം, തിന്മ ചെയ്യുന്നവനോട് പറയണം, പക്ഷേ നീ പറഞ്ഞില്ല. നീ പറയാതിരുന്നിട്ട് അവൻ വീണ്ടും ദുഷ്ടത ചെയ്യുകയും അവൻ നശിച്ചു പോവുകയും ചെയ്താൽ ആ ചോര ഞാൻ നിന്നോട് ചോദിക്കും. ഓർത്തോണം, ദൈവം നമ്മളെ ചില കാര്യങ്ങളൊക്കെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. നമ്മൾ കുഴിയിൽ ഇറങ്ങിപ്പോകാതിരിപ്പാൻ തക്കവണ്ണം നമ്മൾ പ്രാർത്ഥിക്കുന്നത് പോലെ, ആഗ്രഹിക്കുന്നത് പോലെ അപരനും കുഴിയിൽ ഇറങ്ങിപ്പോകാതിരിപ്പാൻ നമ്മൾ ശ്രദ്ധിക്കണം. കുഴിയിൽ ഇറങ്ങിയിട്ട് ഞാനവനെ വീണ്ടെടുക്കാമെന്നല്ല, വീണ് കിടക്കുന്നവനെ പോയി പിടിച്ചെടുക്കുക എന്ന് മാത്രമല്ല. കാണാതെ പോയ ആടിനെ കണ്ടെത്തി ഇടയൻ്റെ ഉപമ നമ്മളെ പഠിപ്പിക്കുന്നത് കാണാതെ പോയി അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നവനെ പിടിച്ചുകൊണ്ട് വരിക എന്ന് മാത്രമല്ല, അതതിൻ്റെ ഒരു ഭാഗം മാത്രമാണ്. ഇനി മറ്റൊരാടും ഒരു കുഞ്ഞാടും ആലയിൽ നിന്ന് വെളിയിലേക്ക് പോകാനുള്ള സാഹചര്യം ഉണ്ടാക്കരുത്. അത് നിൻ്റെ ശ്രദ്ധക്കുറവാണ്. 100 ആടുള്ള ഇടയനിൽ നിന്ന് ഒരു ആട് മാറിപ്പോയി, 99നെയും സംരക്ഷിച്ചു. പക്ഷേ ഒരാട് എന്തുകൊണ്ട് പോയി? ആ പോയതിൻ്റെ കാരണം നീ മറുപടി കൊടുക്കണം. നിങ്ങളും ഞാനും മറുപടി കൊടുക്കണം. നഷ്ടപ്പെട്ടതിനെ ചൊല്ലി വിലപിക്കുന്ന ഒരു ഇടയൻ നമ്മളെ പഠിപ്പിക്കുന്നത്, നാളെ ഒരാടും നഷ്ടപ്പെട്ടു പോകരുത്. ഇത് നമുക്ക് ദൈവം കാണിച്ചു തരികയാണ്. ഞാനിതിനെ പോയി എടുത്തുകൊണ്ട് വന്നു, കുഴിയിൽ വീണവർ ഇതിനെ എടുത്തുകൊണ്ട് വന്നു, 99നെയും വിട്ടേച്ചു പോയി. പക്ഷേ പ്രിയപ്പെട്ടവരെ, നമ്മളൊന്നും അങ്ങനെ പോകണമെന്ന് നിർബന്ധമില്ല. 2-3 പിള്ളേരുള്ള വീട്ടിൽ ഒരു കൊച്ചു തലതെറ്റിപ്പോയാൽ, ഒരു കൊച്ചുമോൻ മാറി ജീവിച്ചാൽ അതിനെപ്പോലും ശ്രദ്ധിക്കാത്ത കുടുംബങ്ങളായിരുന്നുള്ളത്. എൻ്റെ കുഞ്ഞുങ്ങളെല്ലാം മിടുക്കരാണ്, ബാക്കിയുള്ളവരൊക്കെ മിടുക്കരാണ്. ഒരുത്തൻ UK പോയി, ഒരുത്തൻ കാനഡയിൽ പോയി, ഒരുത്തൻ അമേരിക്കയിൽ പോയി, നന്നായിട്ട് പഠിച്ചു, റാങ്ക് വാങ്ങിച്ചു, എല്ലായിടത്തും ഉന്നതന്മാരാണ്. ഒരുത്തനുണ്ട്, അവനൊരു പേട്ടുതേങ്ങയായിപ്പോയി, തലതിരിഞ്ഞവനായിപ്പോയി. ഞാൻ എന്തെടുക്കാനാ? ആ പേട്ടുതേങ്ങ ആയിപ്പോയതിനെ പറ്റി നമ്മൾ മറുപടി പറഞ്ഞേ പറ്റത്തുള്ളൂ. ആ ഒറ്റ പേട്ടുതേങ്ങ ബാക്കിയുള്ള എല്ലാ തേങ്ങയും പേടാക്കാനും സാധിക്കുമോ നമ്മൾ ശ്രദ്ധിച്ചോണം. വെള്ളത്തിൽ ഒരു തുള്ളി മണ്ണെണ്ണ കലർന്നാൽ മൊത്തത്തിനെയും അരുചിയാക്കുന്നത് പോലെ നമ്മളുടെ കുടുംബത്തിൽ ദുരാത്മാവ് ബാധിച്ചോ, നഷ്ടപ്പെട്ടു പോയോ, തലതിരിഞ്ഞു പോയോ ഒന്നും മതി നിന്നെയും നിൻ്റെ മറ്റു മക്കളെയും
അസ്വസ്ഥതയിലാക്കാൻ, പ്രയാസത്തിലാക്കാൻ. അതുകൊണ്ട് കുഴിയിലിറങ്ങിപ്പോയിട്ട് ഞാൻ രക്ഷപ്പെടുത്താം. നമ്മൾ പലരും നോക്കിയിരിക്കുക, കുഴിയിലിറങ്ങിപ്പോകുന്നവരെ നോക്കിയിരിക്കുക. അവൻ എങ്ങനെ ഇറങ്ങിപ്പോയി? ഇന്നൊരാൾ കുഴിയിലിറങ്ങിപ്പോയി നാശത്തിലേക്ക് പോയി, അതിൻ്റെ കാരണങ്ങൾ കണ്ടെത്തുകയാണ്. അതിൻ്റെ സൈക്കോളജിക്കൽ റീസൺ, സോഷ്യോളജിക്കൽ റീസൺ, സ്പിരിച്വൽ റീസൺ, ബിബ്ലിക്കൽ റീസൺ, അവൻ്റെ ജനറ്റിക്കൽ റീസൺ, ഇതൊക്കെ നമ്മൾ തേടിക്കൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് നശിക്കാൻ കാരണം? ഇതെല്ലാം കഴിഞ്ഞു. ഇങ്ങനെയുള്ള ശാസ്ത്രീയമായ അന്വേഷണങ്ങളെല്ലാം കഴിഞ്ഞിട്ട് ഇന്ന് വേറെ, അവസാനം പറയുന്നത് വേറൊന്നാണ്. അതിൻ്റെ ദോഷൈക ദൃക്കുകൾ വരും. അവൻ എന്താ കാര്യം? എൻ്റെ കൊച്ചിന് ആരാണ്ട് കൂടോത്രം ചെയ്തു, അതിനെ തലതിരിച്ചു വിട്ടു, അല്ലെങ്കിൽ അതൊരിക്കലും പോകത്തില്ലായിരുന്നു. അന്നത്തെ കാലത്ത്, അന്ന് ഞാൻ പ്രസവിച്ച് കിടന്നപ്പോൾ, അല്ലെങ്കിൽ ആദ്യമായി ജനിച്ചു കിടന്നപ്പോൾ അവൾ വന്ന് പറഞ്ഞൊരു വാചകമാണ് കാരണം, അല്ലെങ്കിൽ എൻ്റെ അമ്മായിയമ്മയും അമ്മായിപ്പനെ ശപിച്ചതാണ് കാരണം. ഇങ്ങനെ റീസൺസ് നമ്മൾ കണ്ടെത്തിക്കൊണ്ടിരിക്കുകയാണ്, മറ്റുള്ളവരുടെ മണ്ടയ്ക്ക് അടിച്ചേൽപ്പിച്ചുകൊണ്ടിരിക്കുക. ഞാനും തലമുറയും കുഴിയിലായി പോകാൻ കാരണമായി വർദ്ധിച്ചവരുടെക്കുറിച്ച് ചുമ്മാതെ കഥകളും അനേകിയാണ്. ആ കഥകളല്ല ഇന്നിൻ്റെ ആവശ്യം. ഇവിടെ സങ്കീർത്തനക്കാരൻ പറഞ്ഞല്ലോ, എൻ്റെ പാറയായുള്ളവേ നീ കേൾക്കാതിരിക്കരുതേ, നീ മിണ്ടാതിരുന്നിട്ട് ഞാൻ കുഴിയിലിറങ്ങുന്നവരെ പോലെ ആകാതിരിപ്പാൻ. ഞാൻ കുഴിയിലിറങ്ങുന്നവരെ പോലെ ആകാതിരിക്കുവാൻ തക്കവണ്ണം എൻ്റെ നിലവിളി, ദൈവത്തിൻ്റെ കരുണ എന്നോടൊപ്പം ഉണ്ടായിരുന്നെങ്കിൽ, അതേ ഞാൻ കുഴിയിലിറങ്ങാതെ കരയിലിരിക്കുമ്പോൾ അനേകരെ ആ കുഴിയിൽ നിന്ന് വീണ്ടെടുക്കുവാനുള്ള ഒരു ചോദന നമുക്കുണ്ടാകണം. പലപ്പോഴും പല കാർട്ടൂണുകൾ അർത്ഥവത്തായിട്ടുള്ളതുണ്ട്. ഈ അടുത്തിടയ്ക്കൊരു ചെറിയൊരു ആശയം കണ്ടത് നിങ്ങൾ ഒരു പക്ഷേ കേട്ട് കാണാം. ഒരു മനുഷ്യൻ കുഴിയിൽ കിടക്കുക, മറ്റൊരാൾ കരയിലുണ്ട്. അവൻ നിൽക്കുന്നതിൻ്റെ അടുത്ത് ഒരു നല്ല ഏണി ഇരിപ്പുണ്ട്, കയറുണ്ട്. പക്ഷെ ഇതൊക്കെ ഉണ്ടായിട്ടും ഈ മുകളിൽ നിൽക്കുന്ന മനുഷ്യൻ ഏണി വെച്ച് കൊടുത്താൽ മതി, കയറി വരും. കയറിട്ട് കൊടുത്താൽ മതി, പിടിച്ച് കയറും. പക്ഷേ അതിനും തയ്യാറാകാതെ കമണ്ണ് കടന്നിട്ട് ആ കുഴിയിൽ കിടക്കുന്നവൻ്റെ നേരെ കൈ നീട്ടി കൊടുക്കുക. എത്ര ശ്രമിച്ചിട്ടും താഴെ കിടക്കുന്നവന് ആ കയ്യെ പിടിക്കാൻ പറ്റുന്നില്ല. ഇവനിങ്ങനെ ആയുന്നുണ്ട്. അപ്പോൾ താഴെ കിടക്കുന്നവൻ ചിന്തിക്കുന്നു, എന്നെ രക്ഷപ്പെടുത്താൻ ഇവൻ ഒത്തിരി ശ്രമിക്കുന്നു. മേളിലിരിക്കുന്ന ഏണിയും കയറും സാധുവായിട്ടുള്ളവൻ കാണുന്നില്ല. ഇന്ന് നമ്മളെ രക്ഷപ്പെടുത്താൻ വരുന്നു എന്ന് പറയുന്ന പലരുടെയും മനോഭാവം ഇത് തന്നെ. രക്ഷപ്പെടുത്താനും വീഴിക്കാതിരിക്കാനും മറ്റു പല മാർഗങ്ങളുണ്ട്. പല വാരിക്കുഴികളും ചതിക്കുഴികളും ഉണ്ടെങ്കിലും ആ വാരിക്കുഴികളെക്കുറിച്ചും ചതിക്കുഴികളെക്കുറിച്ചും ഒരു മുന്നറിയിപ്പ് കൊടുക്കാൻ നമുക്ക് സാധിക്കും. ഇനിയും നമ്മൾ പറഞ്ഞിട്ടും അവൻ അവിടേക്ക് പോകുകയാണെങ്കിൽ നമുക്കൊന്നും ചെയ്യാനില്ല. പക്ഷേ ദൈവത്തിൻ്റെ സുവിശേഷം എന്ന് പറയുന്നത് അങ്ങനല്ല. നമ്മൾ പറഞ്ഞിട്ടും അവൻ അവിടേക്ക് പോയി ചാടിയെങ്കിൽ, അവന് രക്ഷപ്പെടാൻ മാർഗമുണ്ടെങ്കിൽ വീണ്ടും രക്ഷപ്പെടുത്തണം. നമ്മളൊരുത്തനോട് പറയുകയാണ്, മോനെ നീ അങ്ങോട്ട് പോകരുത്, പോയാൽ പ്രശ്നമാണ്, ഇത്ര സ്പീഡിൽ വണ്ടി ഓടിക്കരുത്, ഇങ്ങനെ പറന്നു പോകരുത്. എന്നാലും അവൻ പറപ്പിക്കും, അവൻ അപകടം വരും. ഞാൻ പറഞ്ഞതാ നീ വേഗത്തിൽ ഓടിക്കരുതായിരുന്നു എന്ന്. നീ അനുഭവിച്ചോ എന്ന് പറയുന്നതിലല്ല യാഥാർത്ഥ്യം, നന്മയെന്ന് പറയുന്നത്. നമ്മളുടെ നിയമസംഹിതയുടെ പ്രത്യേകത എന്താണെന്നറിയാമോ? കൊലപാതകിയാണെങ്കിൽ പോലും അവന് വേണ്ടി പോലും നീതിപീഠം ഒരു വക്കീലിനെ വെച്ചു കൊടുക്കും. അധാർമിയാണെങ്കിലും പ്രശ്നകാരിയാണെങ്കിലും ഭവനവേദനം നടത്തുന്നവനാണെങ്കിലും അവന് വേണ്ടി പോലും ഒരു വക്കീലിനെ വെച്ചു കൊടുക്കുന്ന സംവിധാനമുള്ളത്, അവൻ്റെ ആരും ചെന്നില്ലേലും. അപ്പോൾ അങ്ങനെയുണ്ടെങ്കിൽ പ്രിയമുള്ളവരെ ആലോചിച്ച് നോക്കിക്കൊള്ളണം. ഇന്ന് അമിക്കസ് ജൂറി വരെയുള്ള കാലഘട്ടമാണ്. അവർ കോടതിയിൽ റിപ്പോർട്ട് കൊടുത്താൽ മതി, കോടതി കാണുന്നതിന് തുല്യമാണ്. ആയതുപോലെ പ്രിയമുള്ളവരെ നമ്മൾ ആലോചിച്ച് നോക്കിക്കൊള്ളണം. പലർക്കും വേണ്ടി ഒരു അമിക്കസ് ജൂറിയായി നമ്മൾ തന്നെ വർദ്ധിക്കണം. ഡിവൈൻ കോർട്ടിൽ നിന്നുള്ള ഒരു ഇൻഫ്ലുവൻസ് നമുക്കുണ്ട്. നിശബ്ദരായി പോകാൻ പാടില്ല. വീണ്ടും ഓർത്തോ, ഞാൻ എൻ്റെ കൈകൾ വിശുദ്ധ അന്തർമന്ദിരത്തിങ്കിലേക്ക് ഉയർത്തി നിന്നോട് നിലവിളിക്കുമ്പോൾ എൻ്റെ യാചനകളുടെ ശബ്ദം കേൾക്കണമേ. ഹൃദ്യമായൊരു പ്രാർത്ഥനയല്ലേ? ദൈവമേ, ഞാൻ എൻ്റെ കൈകളെ നിൻ്റെ മന്ദിരത്തിലേക്ക് ഉയർത്തി നിലവിളിക്കുമ്പോൾ എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ. ആ പ്രാർത്ഥന ദാവീദിൻ്റെ മാത്രം പ്രാർത്ഥന കേൾക്കാനുള്ളതല്ല. ഞാനിങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട്, ദൈവം എൻ്റെ നിലവിളി കേൾക്കുന്നുണ്ട്, ഞാൻ ഈ രീതിയിലാണ് യാചിക്കുന്നത്. ഒരു രീതി പറഞ്ഞാൽ നമ്മൾക്ക് പ്രാർത്ഥിക്കാൻ വേണ്ടിയുള്ള ചില മെത്തഡോളജി പറഞ്ഞു തരികയാണ് ദാവീദ്, സങ്കീർത്തനക്കാരൻ, ഭക്തൻ. കാരണം ഭക്തൻ്റേതായ ചില കുറിപ്പുകളുണ്ട്. നമ്മൾ പറയത്തില്ലയോ, പ്രസംഗക്കുറിപ്പെന്ന് പറഞ്ഞതുപോലെ ചില വിജയത്തിന് വേണ്ടിയുള്ള ചില കുറിപ്പടികൾ
ഞാൻ അങ്ങനെയൊക്കെ ചെയ്തു. ഞാൻ എൻ്റെ കൈകളെ വിശുദ്ധാന്തർ മന്ദിരത്തെങ്കിലേക്ക് ഉയർത്തി. അതുപോലെ പ്രിയപ്പെട്ടവരെ, നിങ്ങളും ഉയർത്തണം. എത്രമാത്രം ബലഹീനതകളും പാപങ്ങളും നിൻ്റെ കയ്യിലുണ്ടെങ്കിലും, ഹിമം പോലെ കടുഞ്ചുവപ്പായാലും അശുദ്ധികളും ശാപങ്ങളും ഉണ്ടെങ്കിലും, അരുതാത്തത് നിൻ്റെ കൈകൊണ്ട് പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിലും, നിൻ്റെ കൈകളെ നിനക്ക് ദൈവസന്നിധിയിലേക്ക് ഉയർത്താം. എനിക്കും നിങ്ങൾക്കും വേണ്ടി മുറിവേറ്റവൻ നമ്മളുടെ ബലഹീനതകളെ കഴുകിക്കളയും. ഈ കൈകൾ ഉയർത്താൻ തക്കോണം തയ്യാറാകണം. നിൻ്റെ കൈ എത്രമാത്രം വെളുത്തിരിക്കുന്നെന്നോ എത്രമാത്രം നന്മ ചെയ്തെന്നോ അല്ല ദൈവം ചോദിക്കുന്നത്. ദൈവസന്നിധിയിലേക്ക് കൈകൾ ഉയർത്തി 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 നമ്മൾ ശുദ്ധീകരിക്കപ്പെടും. നന്നായി കഴുകി കൈകൾ വെടിപ്പാക്കുന്നത് പോലെ. ചിലപ്പോൾ നമ്മൾ കൈകളൊക്കെ കഴുകുമ്പോൾ വൃത്തിയാണെന്ന് തോന്നിപ്പോകും. പക്ഷെ എന്നാലും മൈക്രോസ്കോപ്പൊക്കെ ഉപയോഗിച്ച് നോക്കിയാൽ, മോഡേൺ മൈക്രോസ്കോപ്പ് വെച്ച് നോക്കിയാൽ ലക്ഷക്കണക്കിന് കൃമികീടങ്ങൾ കയ്യിൽ കാണാൻ പറ്റും. അതുകൊണ്ട് പിന്നെയും കഴുകണം. ഈ കൈകൾ മുകളിലേക്ക് ഉയർത്തുക എന്ന് വെച്ചാൽ ദൈവ അനുഗ്രഹം പ്രാപിക്കാൻ വേണ്ടി ഉള്ളൊരനുഭവമാണ്. ചിലപ്പോൾ കൈകൾ മുകളിലേക്ക് ഉയർത്തുമ്പോൾ ഒരടിയൊക്കെ കിട്ടിയെന്നിരിക്കും. ഒരു വിദ്യാർത്ഥി അധ്യാപകൻ്റെ മുൻപാകെ താൻ തെറ്റ് ചെയ്തിട്ട് കൈ നീട്ടുമ്പോൾ ചിലപ്പോൾ അടി കിട്ടും. ചിലപ്പോൾ കഠിനമായ അടിയായിരിക്കും. ചിലപ്പോൾ അധ്യാപകൻ വെറുതെ ഒന്ന് കൊട്ടിവിടും. ഇന്നത്തെ കാലത്ത് കയ്യിൽ പോലും ഒരു കൊച്ചടി കൊടുക്കാൻ പറ്റാത്ത കാലഘട്ടമാണ്. ശിക്ഷ കിട്ടാത്ത കാലഘട്ടമാണ്. ശിക്ഷ കിട്ടിയ കാലഘട്ടത്തിൽ ജീവിച്ചവർക്ക് നന്നായിട്ടറിയാം. കൈകൾ നീട്ടിപ്പിടിക്കുമ്പോൾ ഒരു ചെറിയ ശിക്ഷ കിട്ടിയെന്നിരിക്കും. അതും സഹിക്കാൻ തയ്യാറാകണം. എൻ്റെ ദൈവത്തിങ്കിലേക്ക് കൈകൾ ഉയർത്തുമ്പോൾ ദൈവം തരുന്നത് പിടിച്ചെടുക്കുക എന്ന് മാത്രമല്ല, ദൈവം തരുന്ന ശിക്ഷകളും വാങ്ങണം. ചിലപ്പോൾ ദൈവത്തിൻ്റെ ഒരു തലോടൽ കിട്ടും. ദൈവം ചിലപ്പോൾ ശുദ്ധീകരിക്കാനുള്ള ശുദ്ധതയുടേതായിട്ടുള്ള ആ പാപമോചന രക്തം ചൊരിഞ്ഞു തരും. അതും വഹിക്കാൻ തയ്യാറാകണം. ചിലപ്പോൾ ആണിപ്പാടുള്ള കൈകൾ കൊണ്ട് മുറുകെ പിടിക്കുമ്പോൾ ആ വടുവിൻ്റേതായ എല്ലാ പ്രതിസന്ധിയും നമ്മൾ സ്വീകരിക്കാൻ ശ്രമിക്കണം. ചിലപ്പോൾ ആ കൈകളിൽ വിശുദ്ധാന്തർ മന്ദിരത്തെങ്കിലേക്ക് കൈകൾ ഉയർത്തുമ്പോൾ ആ കൈകളിൽ അവൻ മുറുകെ പിടിച്ചെന്നിരിക്കും. എൻ്റെ കൈകളിൽ ദൈവം മുറുകെ പിടിക്കുവാൻ, ദൈവത്തിൻ്റെ കൈകളിൽ മുറുകെ പിടിക്കുവാനുള്ള ആത്മീകമായ ശക്തിയും ബലവും പ്രാപിക്കുവാൻ ആ പ്രാർത്ഥനയിലൂടെ സാധിക്കണം. ദുഷ്ടന്മാരോടും അകൃത്യം ചെയ്യുന്നവരോടും കൂടെ എന്നെ വലിച്ചുകൊണ്ട് പോകരുതേ. അവർ കൂട്ടുകാരോട് സമാധാനം സംസാരിക്കുന്നു, എങ്കിലും അവരുടെ ഹൃദയത്തിൽ ദുഷ്ടതയുണ്ട്. കൂട്ടുകാരോട് സമാധാനം സംസാരിച്ചിട്ട് ഹൃദയത്തിൽ ദുഷ്ടത പ്രവർത്തിക്കുന്നവരെക്കുറിച്ച് ദാവീദ് പറയുന്നത്, അവർ ദുഷ്ടന്മാരാണ്, അകൃത്യം ചെയ്യുന്നവരാണ്, അവരെ വലിച്ചുകൊണ്ടുപോകും. സങ്കീർത്തനക്കാരൻ പറയുക, ദൈവമേ അവരോടുകൂടെ എന്നെ വലിച്ചുകൊണ്ട് പോകരുതേ. അവർ ദുഷ്ടന്മാരും അകൃത്യം ചെയ്യുന്നവരും ആണെന്നുറപ്പിച്ച് പറയാൻ കാരണം അവർക്ക് സമാധാനം പറയുന്നവരാ, പുറമേ ഭയങ്കരമായിട്ട് കാണിക്കും. പക്ഷേ ഹൃദയത്തിൽ ദുഷ്ടതയുണ്ട്, ആഴത്തിൽ ദുഷ്ടത പതിഞ്ഞിട്ടുണ്ട്. ഈ ദുഷ്ടത ടാറ്റു കുത്തുക എന്ന് പറയത്തില്ലയോ? ഈ ടാറ്റു കുത്തിക്കഴിഞ്ഞാൽ പെട്ടെന്നെങ്ങും പോകത്തില്ല. ഒന്നുകിൽ ഓപ്പറേഷനൊക്കെ ചെയ്യണം. ചിലർക്ക് അതുപോലെ തന്നെ ഓർത്തോണം, ഈ ദുഷ്ടത ടാറ്റു കുത്തിയവരുണ്ട്. അത് ഓപ്പറേഷൻ ചെയ്താലും പോകത്തില്ല, ഓപ്പറേഷൻ ചെയ്യാൻ പറ്റത്തില്ല. ഓപ്പറേഷൻ ചെയ്യാൻ പറ്റാത്ത ഭാഗങ്ങളിൽ ടാറ്റു കുത്തിയവരെ പോലെ, നീക്കം ചെയ്യാൻ പറ്റാത്ത ഭാഗങ്ങളിൽ ടാറ്റു കുത്തിയവരെ പോലെ ഈ ദുഷ്ടതയും പതിഞ്ഞു കിടപ്പുണ്ട് ചിലരുടെയൊക്കെ മനസ്സുകളിൽ, ഹൃദയങ്ങളിൽ, ജീവിത ശൈലികളിൽ. അതുകൊണ്ടാണ് പറഞ്ഞത്, അങ്ങനെയുള്ളവരെ വലിച്ചുകൊണ്ട് പോകുന്ന ഒരു സ്ഥാനമുണ്ട്. എന്നെ ദൈവമേ വലിച്ചുകൊണ്ട് പോകരുതേ. ദുഷ്പ്രവർത്തിക്കാരോടും അകൃത്യം ചെയ്യുന്നവരോടും കൂടി എന്നെ വലിച്ചുകൊണ്ട് പോകരുതേ. നമ്മളെപ്പോഴും പ്രാർത്ഥിക്കുന്നുണ്ട്, ദൈവമേ നീതിമാന്മാരോടും ശുദ്ധിമാന്മാരോടും കൂടി എന്നെ നയിക്കണമേ, അവരുടെ വഴിത്താരിൽ നടത്തണമേ. വലിച്ചുകൊണ്ട് പോകുക, വലിച്ചഴച്ചുകൊണ്ട് പോകുകയാണ്. അതായത് നന്മ നിഷേധിക്കപ്പെടുന്ന, നന്മയില്ലാത്ത മനുഷ്യരെ വലിച്ചിഴയ്ക്കുന്ന ഒരു അനുഭവമുണ്ട്. അതിനെക്കുറിച്ച് ദാവീദ് നേരത്തെ കാണുക. ദുഷ്ടന്മാരെ, അകൃത്യം ചെയ്യുന്നവരെ വലിച്ചുകൊണ്ട് പോകുന്നത് പോലെ എന്നെ വലിച്ചുകൊണ്ട് പോകരുതേ. പോകാൻ വയ്യാതെ മടി പിടിച്ച് നിൽക്കുന്ന ഒരു കന്നുകാലിയെ പിടിച്ചു വലിക്കുന്നത് പോലെ, ഒരു കുറ്റവാളിയെ വലിച്ചിഴച്ചുകൊണ്ട് പോകുന്നത് പോലെ വലിച്ചുകൊണ്ട് പോകരുതേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിനും അതൊരു ദർശനമായിട്ട് മാറണം. സമാധാനം സംസാരിച്ചിട്ട് ഹൃദയത്തിൽ ദുഷ്ടത വെച്ചുകൊണ്ടിരിക്കരുത്. അകവും പുറവും ഒന്നാകട്ടെ പ്രിയമുള്ളവരെ. സമാധാനം സംസാരിക്കാൻ എളുപ്പമാണ്.
ദുഷ്ടത മനസ്സിലുണ്ടായിട്ടും സമാധാനം സംസാരിക്കാൻ പറ്റുമെന്ന് സങ്കീർത്തനക്കാരൻ പറയുകയാണ്. എങ്ങനെയാണ് പറ്റുന്നതെന്ന് നമുക്കറിഞ്ഞുകൂടാ. ഒരു കാര്യം ഹൃദയംഗമായ ദൈവസന്നിധിയിൽ ചിന്തിക്കണം. സമാധാനം സംസാരിക്കാൻ പഠിക്കണം. സമാധാനത്തിലായിരിക്കുവാനും നമ്മൾക്ക് സാധിക്കണം. ആ ദൈവകൃപയിൽ സങ്കേതപ്പെടുവാൻ സാധിക്കണം. സങ്കീർത്തനക്കാരൻ ഹൃദ്യമായി പറഞ്ഞ വാചകം, എൻ്റെ കൈകളെ വിശുദ്ധാന്തർ മന്ദിരത്തിങ്കിലേക്ക് ഉയർത്തി നിന്നോട് യാചിക്കുന്നു. എനിക്കുത്തരമല്ലോ. നമ്മൾക്കും കൈകളെ ദൈവസന്നിധിയിലേക്ക് ഉയർത്താം. അവൻ തരുന്നത് സ്വീകരിക്കാം. ശിക്ഷയാണെങ്കിലും സ്നേഹമാണെങ്കിലും കരുതലാണെങ്കിലും അതെന്താണെങ്കിലും നമ്മുടെ ജീവിതത്തിന് പ്രത്യാശയാണെന്ന് നമ്മൾ കുറച്ച് വിശ്വസിക്കാം. പ്രത്യാശയോടിതാ ഭക്തരങ്ങോണേരുന്നേ, വന്നോദിക്കും പൊന്നുഷസേ ഓർക്കും തോറും ധന്യം. വന്നോദിക്കും പൊന്നുഷസേ ഓർക്കും തോറും ധന്യം. ദൈവം തൻ്റെ വലങ്കരം നീട്ടി സദാകാലവും നിങ്ങളെല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.